നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം ആലപ്പുഴ ബീച്ചിന് സമീപം റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ബുധനാഴ്ച രാവിലെ 11 മണി മുതൽ പൊതുദർശനത്തിന് വെക്കും. മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ഭൗതികദേഹവും വഹിച്ചുള്ള വിലാപയാത്ര ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകും. സാഗര സഹകരണ ആശുപത്രിക്ക് സമീപത്തു നിന്നും കൈനഗിരിയിലേക്ക് സ്വകാര്യ ബസ് സർവീസിന് തുടക്കമായി. എച്ച് സലാം എം.എൽ.എ ആദ്യ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഒരു മതത്തിനും ദേവാലയത്തിനും വേണ്ടി പണം മുടക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും മുൻ മന്ത്രി ജി സുധാകരൻ. SNDP യോഗം അമ്പലപ്പുഴ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച NK നാരായണൻ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 57ാമത് ബാങ്ക് ദേശസാൽക്കരണ വാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ജി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം ആലപ്പുഴ ബീച്ചിന് സമീപം റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ബുധനാഴ്ച രാവിലെ 11 മണി മുതൽ പൊതുദർശനത്തിന് വയ്ക്കും. മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ഭൗതികദേഹം ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ബുധനാഴ്ച രാവിലെ 11 മണി മുതൽ പൊതുദർശനത്തിന് വെക്കും. സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. ചൊവ്വാഴ്ച ഉച്ചയോടെ തിരുവനന്തപുരത്ത് നിന്നും ദേശീയപാത 66 വഴി ആലപ്പുഴയിലേക്ക് കൊണ്ടുവരുന്ന ഭൗതികദേഹം രാത്രി 12 മണിയോടുകൂടി ആലപ്പുഴയിലെ സ്വവസതിയിൽ എത്തിക്കും. ബുധനാഴ്ച രാവിലെ 9 മണി വരെ സ്വവസതിയിലും തുടർന്ന് 10 മണിയോടെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വയ്ക്കും. ശേഷം 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ ആലപ്പുഴ ബീച്ചിന് സമീപം റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പ്രത്യേകമൊരുക്കിയ പന്തലിലാണ് പൊതുജനങ്ങൾക്ക് പൊതുദർശനത്തിന് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. പൊതുദർശനത്തിന് ശേഷം 4 മണിയോടെയാവും വലിയ ചുടുകാടിൽ ഔദ്യോഗിക ചടങ്ങുകളോടെയുള്ള സംസ്കാരം നടത്തുക. പൊതുദർശനത്തിന് സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി സഞ്ചാരികൾക്ക് ബീച്ചിൽ നിയന്ത്രണവും നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ഭൗതികദേഹവും വഹിച്ചുള്ള വിലാപയാത്ര ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ നേതൃത്വത്തിൽ ഔദ്യോഗികമായി ആദരവ് നൽകും. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ഭൗതികദേഹവും വഹിച്ചുള്ള വിലാപയാത്ര ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകും. തുടർന്ന് ജനങ്ങൾക്ക് വിവിധയിടങ്ങളിൽ തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി കാണുന്നതിനുള്ള അവസരവും ഒരുക്കും. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ 8 സ്ഥലങ്ങൾ ഇതിനായി നിശ്ചയിച്ചിട്ടുണ്ട്. ഓച്ചിറ അമ്പലത്തിന് കിഴക്കുവശം വെച്ചാണ് സ്വീകരിക്കുക. തുടർന്ന് KPSC GDM ഹാൾ, കരിയിലക്കുളങ്ങര, നങ്ങ്യാർകുളങ്ങര, ഹരിപ്പാട്, തോട്ടപ്പള്ളി, TD മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ആദരവർപ്പിക്കാം. തുടർന്ന് VSന്റെ ആലപ്പുഴ പറവൂരിലുള്ള വീട്ടിലേക്ക് ഭൗതിക ശരീരം എത്തിക്കും. സാഗര സഹകരണ ആശുപത്രിക്ക് സമീപത്തു നിന്നും കൈനഗിരിയിലേക്ക് സ്വകാര്യ ബസ് സർവീസിന് തുടക്കമായി. അമ്പലപ്പുഴ MLA എച്ച് സലാം ആദ്യ സർവീസിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. സാഗര സഹകരണ ആശുപത്രിക്ക് സമീപത്തു നിന്നും കൈനഗിരിയിലേക്ക് സ്വകാര്യ ബസ് സർവീസിന് തുടക്കമായി. കഞ്ഞിപ്പാടം സ്വദേശി പ്രജീഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള കൃഷ്ണ എന്ന പേരിലെ ബസ്സാണ് സർവീസ് ആരംഭിച്ചത്. ദിവസവും രാവിലെ 7:14 സാഗര ആശുപത്രിക്ക് സമീപത്തു നിന്നും പുറപ്പെടുന്ന വാഹനം 7:34 വണ്ടാനം ആശുപത്രി, 7:46 കഞ്ഞിപ്പാടം, 7:56 ചമ്പക്കുളം, 8:08 പൂപ്പള്ളി വഴി, 8:22 കോലോത്ത് ജെട്ടിയിലെത്തും. തുടർന്ന് 8:57 ഇവിടെ നിന്ന് തിരികെ പുറപ്പെടുന്ന ബസ് ഇതേ റൂട്ട് വഴി 10:05 വീണ്ടും സാഗരയിൽ എത്തിച്ചേരും. 7:14 പുറമെ 10:25, 1:42, 5:05 എന്നിങ്ങനെ നിത്യേനെ 4 ട്രിപ്പുകളും കോലോത്ത് ജെട്ടിയിൽ നിന്ന് 6:40 ആരംഭിച്ച് തിരികെ ആശുപത്രിയിലേക്ക് 7:48 സമാപിക്കുന്ന 4 ട്രിപ്പുകളുമാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. എച്ച് സലാം MLA ആദ്യ സർവീസിന്റെ ഫ്ലാഗ് ഓഫ് ചെയ്തു. ബസ് ഡ്രൈവർ മാഹിൻ, കണ്ടക്ടർ അനൂപ്, CPIM ഏരിയ സെക്രട്ടറി C ശ്യാംജി, മഹാദേവൻ, A അരുൺലാൽ, KU മധു, രാജേഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഒരു മതത്തിനും ദേവാലയത്തിനും വേണ്ടി പണം മുടക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും മുൻ മന്ത്രി ജി സുധാകരൻ അഭിപ്രായപ്പെട്ടു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച NK നാരായണൻ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മതത്തിനും ദേവാലയത്തിനും വേണ്ടി പണം മുടക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും മുൻമന്ത്രി ജി സുധാകരൻ അഭിപ്രായപ്പെട്ടു.
SNDP യോഗം അമ്പലപ്പുഴ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച NK നാരായണൻ വിദ്യാഭ്യാസ സഹായ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമ്പലം നോക്കാൻ ദേവസ്വം ബോർഡുണ്ട്. അവർക്ക് പൈസയുടെ കുറവുണ്ടെങ്കിൽ സർക്കാരിനോട് ചോദിക്കാം. സർക്കാരിന് ദേവസ്വം ബോർഡിന് പൈസ കൊടുക്കാം. നേരിട്ട് ക്ഷേത്രത്തിന് പൈസ കൊടുക്കാൻ സർക്കാരിന് അധികാരമില്ല. ദേവസ്വം ബോർഡിന് കൊടുക്കാം. അവന് വഴിയേ എടുക്കാൻ പറ്റും. നാളെ ഇത് മുസ്ലിം പള്ളി ചോദിക്കില്ലേ, ക്രിസ്ത്യൻ പള്ളി ചോദിക്കില്ലേ, കൊടുക്കാൻ പറ്റുമോ? അമ്പലങ്ങൾ സ്ഥാപിക്കേണ്ടത് നമ്മുടെ ജോലിയാണ്, സർക്കാരിന്റെ ജോലിയാണോ? അല്ല, അത് ജനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ സ്ഥാപിക്കാം. അങ്ങനെ സ്വതന്ത്രമായി നടന്നു വരുന്ന കാര്യത്ത് പുരോഗമനമെന്ന് പറയുന്ന ഈ കാലത്ത് ജനപ്രതിനിധികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. എല്ലാവരും കൂടി ചേർന്ന് കൈകൊട്ടുപാട്ടൊക്കെ നടത്തി എല്ലാം ഗംഭീരമാണ്, നീയും ഗംഭീരം, ഞാനും ഗംഭീരം, നമ്മളും ഗംഭീരം എന്ന് പറഞ്ഞാലൊന്നും ഇവിടുത്തെ സത്യങ്ങളൊന്നും ഇല്ലാതാവില്ല. ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാവില്ല. വിദ്യാഭ്യാസ മേഖലയിലെ ഒരു പ്രശ്നവും ഇല്ലാതാവില്ല. സർക്കാരിന് ദൈവവും മതവുമില്ല, അത് ജനങ്ങൾക്കുള്ളതാണ്. ഭക്തിയെ കച്ചവടച്ചരക്കാക്കരുത്. ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് നോക്കണം. ബോർഡിന് പ്രതിസന്ധി ഉണ്ടെങ്കിൽ സർക്കാരിനെ സഹായിക്കാം. ഇക്കാര്യങ്ങൾ ജനപ്രതിനിധികൾ ശ്രദ്ധിക്കണം. എല്ലാവരും കൂടി കൈകൊട്ടിപ്പാട്ട് നടത്തി എല്ലാം ഭംഗിയായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിദ്യാഭ്യാസ മേഖലയിലെ ഒരു പ്രശ്നവും ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുവർണശോഭയോടെ പ്രവർത്തിച്ചിരുന്ന മുൻ യൂണിയൻ പ്രസിഡന്റ് NK നാരായണന്റെ യശസ് ഉയർത്തുന്ന കർമ്മ പദ്ധതിയാണ് അമ്പലപ്പുഴ യൂണിയൻ ഇപ്പോൾ നടപ്പാക്കി വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആലപ്പുഴ TD മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാറിനെ SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ പ്രസിഡന്റ് P ഹരിദാസ് ആദരിച്ചു. യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ സ്വാഗതം പറഞ്ഞു. ഡിഗ്രി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ G സുധാകരൻ, +2 വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ ഡോക്ടർ B പത്മകുമാറും, SSLC വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് SGV ട്രസ്റ്റ് പ്രസിഡന്റ് R കൃഷ്ണനും സമ്മാനിച്ചു. P ഹരിദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യോഗം ബോർഡ് മെമ്പർമാരായ PV സാനു, AK രംഗരാജൻ, കൗൺസിലർമാരായ M രാജേഷ്, KP ബൈജു, VR വിദ്യാധരൻ, K ബാസി, G രാജേഷ്, പോഷക സംഘടനാ ഭാരവാഹികൾ, വിദ്യാഭ്യാസ സഹായ വിതരണ മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് B രഘുനാഥ് ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. 200ഓളം വിദ്യാർത്ഥികളും ധനസഹായങ്ങൾ ഏറ്റുവാങ്ങി. 57ാമത് ബാങ്ക് ദേശസാൽക്കരണ വാർഷിക ദിനാചരണം നടത്തി. നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് G കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. 57ാമത് ബാങ്ക് ദേശസാൽക്കരണ വാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ ബോഡ്ജറ്റിക്ക് സമീപം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വാടക്കനാൽ ശാഖയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് G കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റെടുക്കുവാൻ പോകുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ പോലും ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന ബാങ്കിംഗ് സ്ഥാപനങ്ങളെ വിലക്കടിക്കുന്ന തരത്തിലേക്ക് അഥവാ വിലക്കെടുക്കുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ്. ആരുടെ താല്പര്യങ്ങളാണ് ഇതുവഴി സംരക്ഷിക്കപ്പെടുന്നത്? ഒരു ജനായത്ത ഭരണകൂടത്തിന് കീഴിൽ സാധാരണ മനുഷ്യന്റെ ജീവിതാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാടുകളാണ് ഭരണകൂടം സ്വീകരിക്കേണ്ടത് എങ്കിൽ അതിൽ നിന്ന് വിഭിന്നമായി ലോകത്താകമാനം നടപ്പാക്കപ്പെടുന്ന സാർവത്രിക സ്വകാര്യവൽക്കരണ സമീപനത്തിന്റെ വക്താക്കളായി ഭരണകൂടം മാറിത്തീരുന്നതിന്റെ കെടുതി ഇന്ത്യയിലെ സാമ്പത്തിക മേഖലയും ഇന്ന് നേരിടാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് ദേശസാൽകൃത ബാങ്കുകളാണ്. ആ വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഈ വമ്പന്മാരുടെ അഥവാ കോർപ്പറേറ്റുകളുടെ കൊടാനുകോടിയുടെ നിക്ഷേപത്തിന്റെയോ നിക്ഷേപത്തിന്റെയോ വായ്പാ പരിധിയുടെയോ ഭാഗമായിട്ടാണോ? അല്ല എന്നതാണ് യാഥാർത്ഥ്യം. നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി J ദേവരാജൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. SBI സ്റ്റാഫ് യൂണിയൻ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി C സുജിത് ചന്ദ്രൻ, SBI സ്റ്റാഫ് യൂണിയൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി R അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ജില്ലാ സെക്രട്ടറി നീൽ ജോസഫ് യോഗത്തിന് സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് H ഹരീഷ് നന്ദിയും പറഞ്ഞു. പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്തും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വിവിധ ശാഖകളിൽ നിന്നുമായി 100ഓളം പേർ ദിനാചരണ പരിപാടിയിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം ആലപ്പുഴ ബീച്ചിന് സമീപം റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ബുധനാഴ്ച രാവിലെ 11 മണി മുതൽ പൊതുദർശനത്തിന് വെക്കും. മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ഭൗതികദേഹവും വഹിച്ചുള്ള വിലാപയാത്ര
ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകും. സാഗര സഹകരണ ആശുപത്രിക്ക് സമീപത്തു നിന്നും കൈനഗിരിയിലേക്ക് സ്വകാര്യ ബസ് സർവീസിന് തുടക്കമായി. എച്ച് സലാം MLA ആദ്യ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഒരു മതത്തിനും ദേവാലയത്തിനും വേണ്ടി പണം മുടക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും മുൻ മന്ത്രി ജി സുധാകരൻ. SNDP യോഗം അമ്പലപ്പുഴ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച NK നാരായണൻ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 57ാമത് ബാങ്ക് ദേശസാൽക്കരണ വാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ജി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.